ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 16ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രാക്ടീസ് ഹീലിംഗ് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പഴയ മുറിഞ്ഞുപോയ സ്നേഹത്തെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നും പുതിയ സ്നേഹം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് പഴയ മുറിവിനെ ഉണക്കാനും കഴിയുന്ന ഒന്നാണ് സ്നേഹം. നിങ്ങൾ മുറിഞ്ഞുപോയ ബന്ധത്തെ ഹീൽ ചെയ്യാനോ പുതിയ ബന്ധത്തെ കണ്ടെത്താനോ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കൂ. അവിടെ ഏറ്റവും മനോഹരമായതും സ്നേഹം നിറഞ്ഞതുമായ ഒരു വ്യക്തി നിങ്ങളെ നോക്കുന്നില്ലേ? ഇനി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്നില്ല എങ്കിൽ പുറമേ നിന്നുള്ള സ്നേഹം എങ്ങനെ പ്രതീക്ഷിക്കാമോ? നിങ്ങൾ ആരുടെ ഒപ്പം സമയം ചിലവഴിക്കുന്നുവോ ആ വ്യക്തിയോടാണ് നിങ്ങൾക്ക് സ്നേഹം. അവരുടെ ഒപ്പം സമയം ചിലവഴിക്കുന്നുവോ, അവരെ ചുംബിക്കുന്നുവോ, അവരെ കെട്ടിപ്പിടിക്കുന്നുവോ ഈ വ്യക്തിയോടാണ് സ്നേഹമെന്ന് ആളുകൾ പറയും. ശബ്ദം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയുന്ന ആളുകളോടാണ് നിങ്ങൾക്ക് സ്നേഹമെന്ന് മറ്റുള്ളവർ പറയാം. ഇങ്ങനെയുള്ള സ്നേഹം നാം നമ്മൾക്ക് തന്നെ കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും. ഇന്നു മുതൽ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, പരാതി പറയാതിരിക്കുക, വിധി കൽപ്പിക്കാൻ പാടില്ല, സ്നേഹം മാത്രം കൊടുക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴും മറ്റുള്ള സ്നേഹം തരാൻ തുടങ്ങും. ബ്രോക്കൺ റിലേഷൻഷിപ്പ്, മുറിഞ്ഞ സ്നേഹബന്ധങ്ങൾക്കുള്ള കാരണം നമ്മൾ നമ്മളെ മുഴുവനായി സ്നേഹിക്കാത്തതും ആക്സെപ്റ്റ് ചെയ്യാത്തതുമാണ്. നമുക്ക് നമ്മളോട് തന്നെ എവിടെയോ ഒരു നീരസം കിടക്കുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി നിങ്ങൾ സന്തോഷകരമായ ചിന്തിക്കുമ്പോൾ സന്തോഷമുള്ള ഒരു വ്യക്തിയായി മാറും. അപ്പോൾ എല്ലാവരും നിങ്ങളോടൊപ്പം ആകാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും മെച്ചപ്പെടുത്തുകയും പുഷ്ടിപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ അഫർമേഷൻ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനന്തമായ സ്നേഹത്തിൻ്റെ ഒരു കിണറുണ്ട്, ഞാൻ സ്നേഹമാകുന്നു. ഈ അഫർമേഷൻ 21 പ്രാവശ്യം പറയുക. ഇനി ഇന്നത്തെ മിറർ പ്രാക്ടീസ്. കണ്ണാടിയുടെ മുൻപിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. ശേഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ശേഷം ഐ ലവ് യു, ഐ റിയലി ലവ് യു എന്ന് പറയുക. വീണ്ടും കണ്ണിലേക്ക് നോക്കുക. നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് ഐ ലവ് യു, ഐ റിയലി ലവ് യു എന്ന് പറയുക. ഉദാഹരണത്തിന് ഐ ലവ് യു മീനു, ഐ റിയലി ലവ് യു മീനു. ഈ അഫർമേഷൻ ഇടയ്ക്കിടെ കണ്ണാടിയിൽ നോക്കി പറയുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്നതുപോലെ ചെയ്യുക. ശേഷം എന്നെ പരിപോഷിപ്പിക്കാത്ത എല്ലാ ബന്ധങ്ങളെയും ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്. ഈ അഫർമേഷൻ 5 പ്രാവശ്യം ആവർത്തിക്കുക. ഇനി ജേർണലിംഗ് ആണ്. ഇനി ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് സ്നേഹം അനുഭവിച്ചത് എങ്ങനെയാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ പ്രകടനങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും കെട്ടിപ്പിടിച്ചുമാണോ വളർത്തിയത്? നിങ്ങളുടെ വീട്ടിൽ വഴക്കിൻ്റെയും കണ്ണീരും മൗനത്തിൻ്റെയും ഉള്ളിൽ ഒളിപ്പിച്ച ഒന്നായിരുന്നോ സ്നേഹം? ഇനി അടുത്തതായിട്ട് ജേർണലിങ്ങിൽ 10 ലവ് അഫർമേഷൻ എഴുതുക. ഇനി കണ്ണാടിയുടെ മുൻപിൽ നിന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഉദാഹരണം, എനിക്ക് സ്നേഹത്തിന് അർഹതയുണ്ട്. കൂടുതൽ സ്നേഹം ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സുരക്ഷിതയാകുന്നു. ജീവിതം എന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യം ഞാൻ ഇന്ന് ഓർക്കുന്നു. ഏറ്റവും ഉചിതമായ സമയത്ത് എന്നെ കണ്ടെത്താൻ ഞാൻ സ്നേഹത്തെ അനുവദിക്കുന്നു. ഈ അഫർമേഷൻ ഉദാഹരണങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻ 10 എണ്ണം എഴുതാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ നിന്ന് 5 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്ന് ചെയ്യുക. അത് ഡാൻസ് ചെയ്യുന്നതോ പാട്ട് പാടുന്നതോ പാട്ട് കേൾക്കുന്നതോ അങ്ങനെ എന്തുമാവാം. ഇനി നാലാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ മണിക്കൂറുകളെടുത്ത് നിങ്ങളെ തലോടുക. നിങ്ങൾക്ക് വേണ്ടി ആരോഗ്യകരമായ ഭക്ഷണം നിങ്ങൾ പാചകം ചെയ്തിട്ട് അത് ആസ്വദിച്ച് കഴിക്കുക. ഇനി വിശാലമായിട്ടൊന്ന് കുളിക്കുക, തലമുടിയെ കെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ വളരെ വിശിഷ്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുക. ഇനി 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 3ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യം,
ഇഷ്ടപ്പെട്ട 10 കാര്യങ്ങൾ എഴുതുക. അതിൽ 5 എണ്ണം ഇന്ന് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നല്ലോ. ആ കാര്യം ഈ ആഴ്ച മുഴുവനും ചെയ്യുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത. ഞാൻ ഒരു സ്നേഹവലയത്തിലാണ് ജീവിക്കുന്നത്. ഇത് 21 പ്രാവശ്യം എഴുതുക. നിങ്ങളുടെ കുടുംബത്തെ സ്നേഹത്താൽ പൊതിയുക. ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളെയും മരിച്ചുപോയ ബന്ധുക്കളെയും ഈ സ്നേഹവലയത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഈ സ്നേഹവലയത്തിൽ സുഹൃത്തുക്കളെ ഉൾപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവരെയും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും അതുപോലെ മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഈ സ്നേഹവലയത്തിനുള്ളിലേക്ക് ഉൾപ്പെടുത്തുക. അതിനുശേഷം അഫർമേഷൻ പറയുക. എനിക്ക് എല്ലാവരാലും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും അടിസ്ഥാനമായുള്ള ഊഷ്മളമായ ബന്ധമാണുള്ളത്. നിങ്ങൾക്ക് സ്നേഹത്താലും സന്തോഷത്താലും കഴിയുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഈ സ്നേഹവലയം ഈ ഭൂമി മുഴുവൻ പൊതിയട്ടെ. ഇനി മെഡിറ്റേഷനാണ്. സ്വസ്ഥമായിരിക്കുക. സ്നേഹമാണ് ഏറ്റവും ശക്തിയുള്ള ഹീലിംഗ് ഫോഴ്സ്. എല്ലാവർക്കും സ്നേഹവും അംഗീകാരവും സുരക്ഷിതത്വവും ആശ്വാസവും അയക്കും. നിങ്ങൾ സ്നേഹം പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വിഷ്വലൈസേഷനാണ്. നിങ്ങളുടെ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ബന്ധുക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് ഒപ്പമുണ്ടായിരുന്നവർ, ഇവരെയെല്ലാം ഒരു സ്നേഹവലയത്തിനുള്ളിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങളും ആ സ്നേഹവലയത്തിലെ ഉള്ളിലേക്ക് വരിക. നിങ്ങൾ സ്നേഹിക്കപ്പെടുകയാണ്. നിങ്ങൾ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ശക്തിശാലിയാണ്. ഇനി ഈ അഫർമേഷൻ അത് മനസ്സിൽ പറയുക. ഞാൻ സ്നേഹത്തിലേക്ക് എന്നെ തന്നെ തുറക്കുന്നു. ഞാൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തയ്യാറാണ്. ഞാൻ അഭിവൃദ്ധിപ്പെടുന്നതായി ഞാൻ കാണുന്നു. ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയായി എന്നെ കാണുന്നു. ക്രിയേറ്റീവായി പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഞാൻ കാണുന്നു. എനിക്ക് വിസ്മയകരമായ സ്വരച്ചേർച്ചയുള്ള നല്ല ബന്ധങ്ങളുണ്ട്. അവിടെ പരസ്പര സ്നേഹവും ബഹുമാനവും കരുതലുമുണ്ട്. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു.